നമസ്കാരം, ഞാൻ ബിജിഷോളു, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ നമുക്ക് വരും ദിവസം മാർക്കറ്റിൽ മാനേജ് ചെയ്യാം. നമുക്ക് നിഫ്റ്റിയിലായാലും വരും ആഴ്ചയിലെ ലെവൽസ്, വരും ആഴ്ചയിലെ ഒരു വ്യൂ പറയുന്ന കാട്ടി മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ ഓരോ ദിവസം പറയുന്ന ഒരു പ്ലാൻ കൃത്യമായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു മാർക്കറ്റിലൊരു സക്സസ് ആയിട്ട്, അതായത് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഓരോ ദിവസം നൽകുന്ന പ്ലാൻ അനുസരിച്ച് മാത്രം ചെയ്താലാണ് നമുക്കൊരു സക്സസ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ സംഭവിച്ചു നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ബൈയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ 19,715 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു ബൈയിൽ ഓപ്പർച്യൂണിറ്റി സൂചിപ്പിച്ചിരുന്നത്. മാർക്കറ്റിലും കൃത്യമായിട്ടുള്ള ഒരു ഷോർട്ട് സെൽ തന്നെയാണ് നൽകിയിരുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. 19,600 സപ്പോർട്ട് നൽകിയിരുന്നത്. അപ്പോൾ 19,600 620 ലെവൽ ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിർത്തിയിരുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റി 19,600 താഴത്തേക്ക് വന്നെങ്കിലും നമ്മൾ 600 താഴെ നമ്മൾ വന്നെങ്കിലും നമ്മൾ ആ ഒരു ഷോർട്ട് സെൽ അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് നൽകിയിരുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അതായത് നമുക്കൊരു 19,620 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയില്ലെങ്കിൽ നിഫ്റ്റി ആയാലും ലോവർ ലെവല് ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്നായാലും ബയേഴ്സ് മാർക്കറ്റിനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും. കാരണം 19,620 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, അതിനൊരു മുകളിലേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്താനായി ബയേഴ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ കൃത്യമായിട്ട് അത് സൂചിപ്പിച്ചിരുന്നതാണ്. അതിന് സപ്പോർട്ട് നൽകിയിരുന്നത് 19,565. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വന്നിരിക്കുന്ന ലോ നിങ്ങൾ ശ്രദ്ധിക്കുക. 565 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മാർക്കറ്റ് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്നെല്ലാം ബൈക്കാണ് മാർക്കറ്റ് സാധ്യത വന്നിരുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഹയർ ലെവലിൽ നിന്നായാലും ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനും ഈ ഒരു ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനുള്ളൊരു അവസരമാണ് മാർക്കറ്റ് നമുക്ക് നൽകിയിരുന്നത്. അതിനുശേഷമായാലും അവസാനത്തെ ഒരു സെക്ഷനിലായാലും നിഫ്റ്റി ഇൻട്രാഡേയിൽ ബൈയിലേക്ക് കടന്നിരുന്നു. 19,600 620 മുകളിലേക്ക് നിഫ്റ്റി ക്ലോസിംഗ് നടത്തിയപ്പോൾ നിഫ്റ്റി ഇൻട്രാഡേയിൽ ഒരു ബൈ സെന്റിമെന്റിൽ കിട്ടിയിരുന്നു. അതിനുശേഷം അതിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 19,646 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മൾ നടത്തിയിരുന്നത്. അപ്പൊ എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആ ഒരു ആക്യുറസിയിൽ നമുക്ക് നിലനിർത്താനായിട്ട്, ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു സപ്പോർട്ട് ലെവലുകളായാലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ പറയുന്ന ഒരു ആക്യുറസി നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ ദിവസം പറയുന്ന ഒരു ലെവലുകളെല്ലാം മാർക്കറ്റിന്റെ ഓരോ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട്, മാർക്കറ്റിന്റെ ഒരു കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നൽകുന്ന ഒരു സപ്പോർട്ടുകളാണ്. അപ്പോൾ ഓരോ ദിവസം പറയുന്ന ഒരു പ്ലാനുകളായാലും നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളത് സൂചിപ്പിച്ചിരുന്നു. 19,620 താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഇതേ രീതിയിലല്ല മാർക്കറ്റിന്റെ ഒരു പ്ലാൻ നൽകുക. കാരണം മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലല്ല നമ്മൾ നൽകുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ലെവലുകൾ നൽകുന്നത്. അപ്പോൾ വരും ആഴ്ചയിലായാലും വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലാണ് നോക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിലായാലും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് റിവേഴ്സിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ തുടർച്ചയായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാനിൽ വന്നപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നത് ട്രെൻഡ് റിവേഴ്സിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിഫ്റ്റി ബൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ട്രെൻഡ് റിവേഴ്സലാന്ന് കരുതി നമ്മൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇതൊരു ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടില്ല. അപ്പോൾ നിഫ്റ്റിക്കായാലും കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 19,600 താഴത്തേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് ശ്രദ്ധിക്കണം. നിഫ്റ്റിയിൽ ഒരു ലോവർ ലെവലിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ്. നമുക്കൊരു ഹയർ ലെവലിൽ നിന്നായാലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒന്ന് അലേർട്ട് ആവേണ്ട ഒരു ഏരിയ ആണ്. കാരണം മാർക്കറ്റ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ, ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ വരും ദിവസങ്ങളായാലും ലോവർ ലെവൽ സപ്പോർട്ടുകളിലേക്ക്, അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് വളരെ ഈസി ആയിട്ട് നിഫ്റ്റി എത്തും. പക്ഷെ ഇതുവരെയും നിഫ്റ്റിക്കായാലും അതൊരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. 620 കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും 600 ആയിരിക്കും. 19,600 ആയിരിക്കും അതിന്റെ ലെവല്.
അപ്പൊ ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്ത് ബൈ സെന്റിമെന്റിലാണ് ചോദിച്ചാൽ ഇതൊരു ബൈ ട്രെൻഡ് തന്നെയാണ്. ബൈ ട്രെൻഡ് ഇപ്പോഴും നിഫ്റ്റിയിൽ സെല്ലിലേക്ക് ആക്ട് ആയിട്ടില്ല. പക്ഷെ ഇതൊരു ഹയർ ലെവലിൽ നിന്നായാലും ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസത്തിലും പറയുന്ന പോലെ നമുക്കൊരു ഇൻട്രാഡേയിലെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ആണ് ഞാൻ എടുക്കുന്നത്, ഇൻട്രാഡേ ട്രെൻഡ് എടുക്കുന്നത്. ഇൻട്രാഡേയിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡുകൾ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് നമുക്കൊരു ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസിന് എങ്ങനെയാണ് നമുക്കൊരു കൃത്യമായിട്ട് എൻട്രി എടുക്കേണ്ടത്, ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്കത് എൻട്രി എടുക്കുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോസ് ശ്രദ്ധിക്കുക. മാത്രമല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ട്രേഡ് ചെയ്യാനും എക്സാക്റ്റ് ആയിട്ടൊരു പ്രൈസ് സെഷൻ രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യാനും ആയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽ കോഴ്സും നമ്മുടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ കൃത്യമായിട്ട് മാർക്കറ്റിന്റെ എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനിലും മാനേജ് ചെയ്യേണ്ട രീതികളും എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനിലും ട്രേഡ് മാനേജ് ചെയ്യേണ്ട രീതികളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എത്ര വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നാലും എത്ര ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നാലും മാർക്കറ്റിനെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം, ഏതാണ് അതിന്റെ റൈറ്റ് എൻട്രി സ്ഥലം, ഏതാണ് അതിന്റെ കൃത്യമായിട്ടൊരു പ്ലാൻ, ഇതൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റി നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഹയർ ലെവലിൽ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 19,710 ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് 710 തന്നെയായിട്ട് ആക്ട് ചെയ്യും. നമുക്കൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് 19,660 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മുകളിലുള്ള ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്കൊരു ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ക്വിക്ക് ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. 19,710 അടുത്ത് നിന്ന് 710 അടുത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. ഈ ഒരു ലെവലിൽ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 710 ഒരു മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 19,000 ജസ്റ്റ് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന്, അതായത് ഈ 19,710 റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ഒരു 20 പോയിന്റ് ബിലോ താഴത്തേക്ക് വന്നാൽ മാത്രം ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതായത് 19,710 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് 19,690 താഴത്തേക്ക് നിന്നാൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. 710 ഒരു മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. 19,740 ഹയർ ലെവൽ കയ്യിൽ റെസിസ്റ്റൻസുകൾ ഉണ്ട്, നിഫ്റ്റി കയ്യിലും റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഒക്കെ നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ ഉണ്ട്. അതിനനുസരിച്ച് മാത്രമാണ് മാർക്കറ്റ് മൂവ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ 660 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് തന്നെയാണ് സാധ്യത വരുന്നത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി 19,660 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ്, ഇൻ കേസ് ഈ ഒരു ലെവലിലാണ് ഈ ഒരു ലെവലിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതായത് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ചിലപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് ഉണ്ടായെങ്കിലും 660 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് ശേഷം 660 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി നമുക്കത് കിട്ടില്ല. സപ്പോർട്ട് 19,600 സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്തപ്പോഴും ഈ ഒരു ലെവൽ തന്നെ നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 19,600 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലായതുകൊണ്ട് തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 19,600 താഴത്തേക്ക്. ഇതൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് പറയുന്നത്. 5 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസിനാണ് സാധ്യത വരുന്നത്. അതിനുശേഷം നിഫ്റ്റിക്കായാലും ഹയർ ലെവലിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 19,600 താഴത്തേക്ക് വന്നാൽ മാത്രമാണ് ആ ഒരു വീക്ക്നെസ് ട്രെൻഡ് വരുന്നത്. അല്ലെങ്കിൽ 19,600 ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈക്ക് സെന്റിമെന്റിലാണ് കൂടുതൽ സാധ്യത. കഴിഞ്ഞ ദിവസത്തിലായാലും നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് ശ്രദ്ധിക്കുക, 19,565. നിഫ്റ്റി ആയാലും 19,565 താഴത്തേക്ക് ജസ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ ഒരു വർക്കിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് ക്ലോസ് ചെയ്താൽ നമുക്ക് ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിലാണ് ആ ഒരു ട്രേഡ് മാനേജ് ചെയ്യേണ്ടത്.
അപ്പോൾ വരും ദിവസങ്ങളിലായാലും ജസ്റ്റ് ഇതിന്റെ ഒരു താഴത്തേക്ക് ഒരു ചെറിയൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ചെറിയൊരു ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്കത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിലും ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവൽ 19,510 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. സോറി, 512 സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത്, അതായത് 512 ഒരു താഴത്തേക്ക് വന്നാലും ഇൻ കേസ് 500 താഴത്തേക്ക് പോയാൽ 512 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്കൊരു ബൈര ഓപ്പർച്യൂണിറ്റി, ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ട്രെൻഡ് ഫോളോ ചെയ്യുക. 15 മിനിറ്റിന് ശേഷം ബൈര ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ റെസിസ്റ്റൻസിനെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കണം. റൈറ്റ് റെസിസ്റ്റൻസ് എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യാതെ ഫർദർ ബൈര ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകരുത്. അപ്പൊ നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്ക് ഈ കൃത്യമായിട്ട് ആ ഒരു ട്രേഡ് ചെയ്യുന്ന രീതികൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞത് 47,600 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ ബാങ്ക് നിഫ്റ്റി എത്തും. അടുത്തൊരു സപ്പോർട്ട് ലെവല് 470, 570 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ടാണ്. ആ ഒരു റേഞ്ച് സപ്പോർട്ടിലേക്കാണ് വന്നത്. ആ ഒരു സപ്പോർട്ടിൽ എത്തിയതിന് ശേഷം നമുക്ക് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇത് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലെവലിൽ നിന്നായാലും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചു നോക്കുക. അതിന് ശേഷം ബാങ്ക് നിഫ്റ്റി 45,570 570 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. 570 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായാലും ഇതൊരു സൈഡ് വേസ് ഒരു മൊമെന്റത്തിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നെങ്കിലും സെൽ ട്രെൻഡിൽ തന്നെയാണ്. നമുക്ക് ആ ഒരു ബൈക്ക് നമുക്ക് അവിടെ സാധ്യത കിട്ടിയിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി ആയാലും സെൽ ട്രെൻഡ് തന്നെയാണ്. പക്ഷെ മാർക്കറ്റിന്റെ ഒരു മൊമെന്റം സൈഡ് വേസ് ആയിട്ട് വോളറ്റൈൽ ആയിരുന്നു എന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ട്രെൻഡ് ഇപ്പൊ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ബാങ്ക് നിഫ്റ്റിയിലെ സാധ്യത കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവല് സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ലോവർ ലെവൽ ഇതൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആയിരുന്നാലും പക്ഷെ ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് റിവേഴ്സലാണ്. നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഇതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യതയുണ്ട്. ഏതാണ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സ്റ്റോപ്പ് ലോസ്? ഇന്റർ ലെവൽ നോക്കാൻ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവലിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവല് 45,900, 46,050. അപ്പൊ ഇതാണ് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹയർ ലെവല് റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ബാങ്ക് നിഫ്റ്റി ഇതിന്റെ ഒരു താഴെ നിൽക്കുന്നിടത്തോളം കാലം വീക്കാണ്. അപ്പൊ ഇതിന്റെ ഒരു മുകളിലാണ് ശരിക്കും ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ലെവല് പ്ലേസ് ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഷോർട്ട് സെല്ലാണ് നിലനിൽക്കുന്നത്, സെല്ലിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. അതായത് 46,050 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നിലനിർത്തേണ്ടത്, അതായത് അടുത്തൊരു നല്ലൊരു സപ്പോർട്ടിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി വരുന്ന വരെ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിർത്തേണ്ടത് സെലോൺ എവരി റൈസ് സ്ട്രാറ്റജിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ യൂസ് ചെയ്യേണ്ടത്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ വരുന്ന ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യുക, ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ട്രേഡ് മാനേജ് ചെയ്യുമ്പോൾ ഇതൊരു സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. കാരണം ഇതിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. പക്ഷെ സപ്പോർട്ടിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിന്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക, ട്രേഡിംഗിൽ നിന്ന് മാറി നിൽക്കുക. കാരണം ഈ ഒരു ലെവലിൽ നിന്നായാലും ബാങ്ക് നിഫ്റ്റിയിലും ബൗൺസ് ചെയ്യോ ചെയ്യാതിരിക്കുകയോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ലോവർ ലെവൽ സപ്പോർട്ട് ഈ ഒരു ലെവലാണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിലായാലും കാണുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ആയാലും, അതായത് 45,050 സപ്പോർട്ട് ലെവലിലേക്ക് ആയാലും ബാങ്ക് നിഫ്റ്റി എത്തുമെന്നുള്ള രീതിയിലാണ് കാണുന്നത്. കാരണം ഇതിന്റെ ഒരു മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു വോളറ്റൈൽ ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു സൈഡ് വൈസ് ആയിട്ടായിരിക്കും.
അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല റെസിസ്റ്റൻസിന്റെ അടുത്ത് ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. 47,700 നമുക്കൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹയർ ലെവൽ റെസിസ്റ്റൻസ്. ഓരോ 100 പോയിന്റ് ഗ്യാപ്പിലും ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ഷോർട്ട്സ് യൂട്ടിലൈസ് ചെയ്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത കൊടുക്കരുത്. 47,700 താഴത്തേക്ക് നിലനിന്നാലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 47,700 താഴെയാണെങ്കിൽ ഷോർട്ട്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയൊരു ടൈം ഫ്രെയിലോ വലിയൊരു ടൈം ഫ്രെയിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 47,700 മുകളിലാണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെങ്കിലും 47,800 900 റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ ഒരു ലെവലിൽ നിന്ന് ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് 47,570 570 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 470. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 47,470 ഒരു താഴെയാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ 470 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവല് അടുത്തൊരു സപ്പോർട്ട്, ഈ ഒരു ലെവലിലായാലും ലോവർ ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 47,200 സപ്പോർട്ടാണ്. 200 താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി നിലനിർത്തി കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 47,050 44,950 സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. അപ്പൊ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ ഷോർട്ട്സിന്റെ ഒരു പൊസിഷൻ എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കാം. കാരണം 44,950 ലോവർ ലെവലിൽ 44,950 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 47,050 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേയിൽ ഒരു ബൈ സിഗ്നലാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ബാങ്ക് നിഫ്റ്റിയുടെ ചേഞ്ച് ആയിട്ടുണ്ട്. നിഫ്റ്റിയുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ആയിട്ടില്ല. നിഫ്റ്റി സ്റ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയാണ് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു നിഫ്റ്റി നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റി ആയാലും കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. 20,410 ഒരു താഴെ ഓപ്പൺ ചെയ്ത ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തൊരു സപ്പോർട്ട് ലെവലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 20,300 സപ്പോർട്ട് എത്തുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. കാരണം ഇതൊരു സ്ട്രോങ് ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിന്റെ ഒരു താഴത്തേക്ക് ഇപ്പോൾ നിഫ്റ്റി ആയാലും ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റി ആയാലും വീക്ക്നെസ് ആണ്. അപ്പോൾ നിഫ്റ്റിയും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിഫ്റ്റി ആയാലും നമുക്ക് ആ ഒരു വീക്ക്നെസ് ട്രെൻഡാണ് കിട്ടിയിരിക്കുന്നത്. നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിലായാലും സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. പക്ഷെ അടുത്തൊരു റെസിസ്റ്റൻസ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയാലും ഏതൊരു ലെവൽസ് ആയാലും അതിനൊരു മിനിമം ഒരു ആക്യുറസി ഉണ്ട്. നമുക്കൊരു 70-80% മുകളിലായാലും നമുക്കൊരു ആക്യുറസി ഉണ്ട്. പറയുന്ന ഒരു കാര്യങ്ങളായാലും ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വരും ദിവസത്തെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. പറയുന്ന ഒരു സിസ്റ്റത്തിനായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ആക്യുറസി ഉണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ എങ്ങനെയാണ് നിഫ്റ്റിയിലായാലും നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിയുടെ ക്ലോസിങ് നെഗറ്റീവ് ക്ലോസിങ്ങിലാണ് നിഫ്റ്റിയിലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 20,333 മുകളിൽ ഓപ്പൺ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിൻ്റെ ഒരു താഴത്തേക്ക് നിലനിൽക്കാതെ ഷോർട്ട്സ് ആൻഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിലാണെങ്കിൽ പോസിറ്റീവാണ് സെന്റിമെന്റ്. പക്ഷേ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും 410 അടുത്ത് നിന്ന് ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം 410 ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും 480 ഒരു റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 410 ഒരു അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത കൂടുതലാണ്. ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 20,333 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തും. 20,210 അടുത്തൊരു സപ്പോർട്ട് ലെവല്. അതുപോലെ തന്നെ 20,210 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അടുത്തൊരു സപ്പോർട്ട് 20,100-150 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിന് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബൗൺസിന് ശ്രമിക്കും. പക്ഷേ 333 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താലാണ് ആ ബൈക്ക് ഒരു സ്ട്രെങ്ത് നിഫ്റ്റിയിലായാലും കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആയാലും ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇത്തരം ലെവൽ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് വരുന്ന ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.